ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കത്ത എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്ക് നേർ കാണണം. അധികം തന്നെ. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോകാനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. അത്രയുള്ളൂ. അതെന്തിനാ? അവനെ നിനക്ക് കുത്തിക്കൊല്ലാനല്ലേ? എന്റെ അളിയൻ ഇത്ര മണ്ടനായി പോയല്ലോ. മോശം മോശം. അവനെ നേർക്കൊന്ന് കണ്ടാലല്ലേ മാപ്പ് പറയാൻ പറ്റൂ. പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ? അളിയൻ പിന്നെയും എന്റെ അളിയ ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. ഞാൻ കട്ടപ്പനെ ചെന്ന് അവരുമായിട്ട് തോളി കൈയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ വടിവാളും കൊടുവാളും എടുത്തു വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? വേസ്റ്റ്. അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം.